ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ ഒരു ഐറ്റം വെച്ചിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ലോസിൻ്റെതും നോക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്കിൻ ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റത്തിന്റെ കാര്യമാണ് ഇന്ന് പറഞ്ഞുതരാൻ പോണത്. അതിന് മുന്നേ നമ്മൾ ഈ ചാനലിൽ വെക്കുന്ന എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. അപ്പൊ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു പോകുന്നില്ല. സംഭവം എന്ന് വെച്ചാൽ ചിയാ സീഡ് ആണ്. നമ്മൾ ഇതിന്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസ് പാക്കിന്റെ. ഞാൻ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് ഐക്കാർഡിലായിട്ട് പോസ്റ്റ് ചെയ്യാം. ഈ ചിയാ സീഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്കിന്ന് നല്ല രീതിയിൽ ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഡാമേജ്, നമ്മുടെ ടിഷ്യൂലുള്ള ഡാമേജ് ഒക്കെ ഹീൽ ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന ഒരു അടിപൊളി ചെറുധാന്യമാണ് ചിയാ സീഡ്. ഇത് നിങ്ങൾക്ക് ചിയാ സീഡ് നമ്മൾ മുന്നേ പറഞ്ഞത് എങ്ങനെയാ വെച്ചാല് പാക്ക് രീതിയിൽ, അതായത് ഒരു കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് നമ്മൾ പാലിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അത് ബ്ലെൻഡ് ചെയ്തിട്ട് ഫേസ് പാക്ക് ആക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പക്ഷെ ഇത് നിങ്ങൾ ആ രീതിയിൽ ചെയ്യേണ്ട. നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ നിൽക്കുന്ന ആളുകളാണ്. നിങ്ങൾക്ക് കുറച്ചൊന്ന് വെയിറ്റ് ബേൺ ചെയ്യണം. അതായത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ചിലപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടായിരിക്കും, ചിലപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഹോർമോൺ ചേഞ്ച് കൊണ്ടൊക്കെ നമുക്ക് ഈ തടി കൂടുതലായിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കണം, അങ്ങനത്തെ ഉള്ള ഒരാളുകളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സാധനം നിങ്ങൾ വാങ്ങി വെക്കുക. നല്ല റിസൾട്ട് ഉള്ളതാണ്. ഇത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുള്ളത് കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുക. നിങ്ങൾ മാക്സിമം ഡെയിലി നിങ്ങൾ കുടിക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ ഒരു സ്പൂൺ എടുത്താൽ മതി. മാക്സിമം 2 സ്പൂൺ, അതിൽ കൂടണ്ട. 1 സ്പൂണോ 2 സ്പൂണോ എടുക്കുക. ഇത് ശേഷം ഒരു നമ്മളെ കസ്കസ് പോലെയാണ്, വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കുറച്ചൊന്നൊരു കുതിർന്ന് വരുന്നൊരു ടൈപ്പ് സാധനമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, 1 സ്പൂണ് കണക്കാക്കിയിട്ട് എടുക്കുക. നിങ്ങൾ ഒരു ഏകദേശം ഒരു ബോട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു ഗ്ലാസ് കണക്കാക്കിയിട്ട് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് ഇത് നല്ലോണം വാഷ് ചെയ്തിട്ടിടണം. ഡയറക്റ്റ് എടുത്തിടരുത്. നല്ലോണം വാഷ് ചെയ്തതിനു ശേഷം ഇത് സോക്ക് ചെയ്ത് വെക്കുക. ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്ക് അതൊന്ന് പുതിർന്ന് വരും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കസ്കസ് ഒക്കെ വരുന്ന പോലെ അതൊന്നിങ്ങനെ ഒരു പുതിർന്ന് വരും. നോർമൽ വെള്ളം കുടിക്കുന്ന പോലെ നിങ്ങൾക്ക് കുടിക്കാൻ കഴിയും. അത് നിങ്ങൾ വെറും വയറ്റിൽ കുടിക്കാൻ നോക്കുക. വയറ്റിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ടല്ല, നിങ്ങൾ ജസ്റ്റ് എണീറ്റ് വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതൊരു ഗ്ലാസ്സിൽ കുറച്ച് നേരം ഇട്ട് വെച്ചതിന് ശേഷം ആ ഒരു വെള്ളം കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. നല്ല റിസൾട്ട് ഉള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങ പകുതി പിഴിഞ്ഞിട്ട് അതിന്റെ ഒരു ജ്യൂസും കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ചൊരു നമ്മളെന്താ പറയുക, ആ ഒരു ചെറുനാരങ്ങേന്റെ വെള്ളം നമ്മൾ ചിലപ്പോൾ പഞ്ചസാരയൊക്കെ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഉപ്പിട്ടിട്ടൊക്കെ ആയിരിക്കും കുടിക്കുന്നുണ്ടാവുക. അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും നോർമലായിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു സാധനം മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആ രീതിയിൽ ഡെയിലി ട്രൈ ചെയ്തു. അത് നമുക്ക് പെട്ടെന്ന് ഡൈജഷനും കൂടെ പറ്റുന്നതാണ് കേട്ടോ ഈ ചിയാ സീഡ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്കിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേസ് പാക്ക് ആക്കിയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫേസ് പാക്ക് ആക്കിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ മിൽക്കിൽ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്കത് ഒരു 15 മിനിറ്റ് നിങ്ങളെ ഫേസിൽ വെച്ച് വാഷ് ചെയ്ത് അപ്പൊ തന്നെ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെയാണ് ഇത്. നിങ്ങൾ രാവിലെ അത് നിങ്ങൾ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കേണ്ട. അല്ലാത്ത രീതിയിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ അത്യാവശ്യം വെള്ളം എടുത്തിട്ട് നിങ്ങൾ അതിൽ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ആ ഒരു വെള്ളം നിങ്ങൾ കുടിക്കുക. അപ്പൊ നല്ല രീതിയിൽ നിങ്ങളെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയിട്ടും അതുപോലെ നമ്മളെ ടിഷ്യൂലിടുന്ന ചെറിയ ചെറിയ ഡാമേജ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ ഇതൊരു 1 വീക്ക് കറക്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് ഉള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് രാവിലെ തന്നെ കുടിക്കാൻ നോക്കുക. നിങ്ങൾ ഫുഡൊന്നും കഴിച്ചു കഴിഞ്ഞിട്ട് കുടിക്കേണ്ട. കുറച്ചും കൂടി ബെറ്റർ നമ്മൾ രാവിലെ ഫ്രഷ് ആയിട്ട് കുടിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് സ്കിൻ ബ്രൈറ്റൻ ആവാനും വേണ്ടിയിട്ടും അതുപോലെ ബ്രൈറ്റൻ എന്നുള്ള നമ്മളെ ഒരു അൺഇവൻ സ്കിൻ ടോൺ തന്നെ ചേഞ്ച് ആവും. പിന്നെ നമുക്ക് സൺ ടാൻ വന്നത് കാര്യങ്ങളൊക്കെ മാറി കിട്ടും കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. അപ്പൊ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.